നമ്മൾ റേഞ്ചൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തെത്തുകയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയോ ഒക്കെ ചെയ്താലും സിമ്മൊന്നും മാറ്റിയിടാതെ തന്നെ നമ്മുടെ ഫോണിലേക്ക് വരേണ്ട എല്ലാ കോളുകളും മറ്റൊരു ഫോണിലേക്ക് വരുത്തിക്കാൻ സാധിക്കുന്ന സീക്രട്ട് കോഡുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അതിപ്പോൾ നമ്മുടെ കൈവശം 2 മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആകാതെ നിൽക്കുന്നതും റേഞ്ച് ഉള്ളതുമായ രണ്ടാമത്തെ ഫോണിലേക്ക് കോളുകൾ വരുത്തിക്കാം. അല്ലെങ്കിൽ നമുക്ക് വിശ്വസ്തരായ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഫോണിലേക്ക് നമുക്ക് വരേണ്ട എല്ലാ കോളുകളും വരുത്തിക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ട് വേറെയും പ്രയോജനമുണ്ട്. നമ്മുടെ കൈവശം 2 മൊബൈൽ ഫോണുണ്ട്, നമുക്ക് 2 ഫോണും എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളതെങ്കിൽ മറ്റേ ഫോണിലെ സിമ്മൊന്നും നിങ്ങളുടെ ഫോണിലേക്ക് എടുത്തിടണ്ട. മറ്റേ ഫോണിലേക്ക് വരേണ്ട എല്ലാ കോളുകളും നിങ്ങൾ കൊണ്ടുപോകുന്ന ഫോണിലേക്ക് വരുത്തിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ഉപകാരം ഈ സീക്രട്ട് കോഡ് കൊണ്ടുണ്ട്. അപ്പോൾ ഈ സീക്രട്ട് കോഡ് എങ്ങനെയാണ് ഫോണിൽ സെറ്റ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഏത് ഫോണിലെ കോളാണ് മറ്റൊരു നമ്പറിലേക്ക് ഫോർവേഡ് ചെയ്യേണ്ടത്, ആ ഫോണിൻ്റെ ഡയൽ പാഡാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ശേഷം **62* എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണ് നിങ്ങളുടെ കോള് ഫോർവേഡ് ചെയ്യേണ്ടത് ആ ഫോണിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക. അത് നിങ്ങളുടെ കൈവശമുള്ള രണ്ടാമത്തെ ഫോണിലെ നമ്പറിലേക്കാണെങ്കിൽ അതിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ പോലെയുള്ളവരുടെ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം # ടൈപ്പ് ചെയ്തതിന് ശേഷം കോൾ ബട്ടൺ എൻ്റർ ചെയ്യുക. അല്പസമയത്തിനുള്ളിൽ തന്നെ കോൾ ഫോർവേഡിംഗ് രജിസ്റ്റർ വാസ് സക്സസ്ഫുൾ എന്ന നോട്ടിഫിക്കേഷൻ ഇതുപോലെ വരും. ഇതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആവുകയോ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തെത്തുകയോ ഒക്കെ ചെയ്താൽ നിങ്ങൾ കൊടുത്ത ആ ഫോൺ നമ്പറിലേക്കാണ് നിങ്ങൾക്ക് വരേണ്ട എല്ലാ കോളുകളും വരിക. ഇനി നിങ്ങളുടെ ഫോണ് സ്വിച്ച് ഓണായി കിടക്കുകയാണ്, റേഞ്ചുള്ള സ്ഥലത്താണുള്ളതെങ്കിൽ അങ്ങനെ ആവില്ല. കാരണം നിങ്ങളുടെ ഫോണിൽ തന്നെ കോള് വരും. ഏത് ഘട്ടത്തിലാണ് നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നത്, റേഞ്ച് ഇല്ലാതെ ആകുന്നത്, ആ സമയത്ത് മാത്രമേ രണ്ടാമത്തെ ഫോണിലേക്ക്, അതായത് നിങ്ങൾ കൊടുത്ത നമ്പറിലേക്ക് കോളുകൾ പോവുകയുള്ളൂ. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും തുടരാൻ സാധിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് വരേണ്ട കോളുകൾ മറ്റൊരു ഫോൺ നമ്പറിലേക്ക് പോകണ്ട എന്നുണ്ടെങ്കിൽ ഫോണിലെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്യുക, #002# എന്ന് ടൈപ്പ് ചെയ്തിട്ട് കോൾ ബട്ടൺ എൻ്റർ ചെയ്യുക. അല്പസമയം കൊണ്ട് തന്നെ കോൾ ഫോർവേഡിംഗ് അവസാനിച്ചതായിട്ടുള്ള ഇതുപോലൊരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇതോടെ നിങ്ങൾക്ക് വരേണ്ട എല്ലാ കോളുകളും നിങ്ങളുടെ ഫോണിലേക്ക് തന്നെ പോകും. ഔട്ട് ഓഫ് റീച്ചബിൾ ആയാലും സ്വിച്ച് ഓഫ് ആയാലും ഒന്നും മറ്റൊരു ഫോണിലേക്ക് നിങ്ങൾക്ക് വരേണ്ട കോളുകൾ പോകുന്നതല്ല. പിന്നെ ഇതിൽ പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത്, മുൻകൂട്ടി നിങ്ങളിത് സെറ്റ് ചെയ്തിരിക്കണം. അതായത് സ്വിച്ച് ഓഫ് ആകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്ന ഘട്ടത്തിൽ ഇതുപോലെ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന സ്ഥലത്ത് റേഞ്ച് ഇല്ല, നിങ്ങളുടെ സുഹൃത്തിൻ്റെ സിം കണക്ഷൻ അവിടെ റേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഫോണിലേക്ക് മുൻകൂട്ടി നിങ്ങൾ ഫോർവേഡ് ചെയ്ത് വെക്കണം. അല്ലാതെ നിങ്ങൾക്ക് ഈ റേഞ്ച് ഇല്ലാത്ത സമയത്തും സ്വിച്ച് ഓഫ് ആയിട്ടൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.